ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തമ്പനെയിൽ കണ്ട പോലെ നമ്മുടെ കിച്ചൺ ടൂറാണ്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ വാടക വീട്ടിൽ നമ്മൾ കൗണ്ടർ ടോപ്പ് എങ്ങനെ ഓർഗനൈസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അത് റെൻറ്റഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കിച്ചൺ ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ ഒരു വീഡിയോ ഇട്ടത്. പിന്നെ നമ്മുടെ പഴയ ഫ്ലാറ്റിലെ കിച്ചൺ കൗണ്ടർ ടോപ്പ് ഓർഗനൈസേഷൻ, അതുപോലെ ക്യാബിനറ്റ്സ്, അതായത് ഒരു നോർമൽ ഇത്രയും സ്റ്റോറേജ് ഇല്ലാത്ത ഒരു വീട്ടിൽ കിച്ചൺ എങ്ങനെ ഓർഗനൈസ് ചെയ്യാന്നുള്ളത് നമ്മൾ ആ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ, അതും കണ്ടു നോക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു വീട്ടിലേക്ക് മാറി വന്നതിന് ശേഷം, ഇവിടേക്ക് ഷിഫ്റ്റായി വന്നതിന് ശേഷം അപ്പോൾ തൊട്ട് ഞാൻ വിചാരിക്കുന്ന കാര്യമാണ് ഈ കിച്ചണിൻ്റെ ഒരു ടൂറ് കാണിക്കണം എന്നുള്ളത്. ഇപ്പോൾ ഞാൻ കിച്ചൺ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സാധനങ്ങളും എപ്പോഴും ഈ ഡോർസ് തുറന്നെടുക്കാൻ വേണ്ടാത്ത രീതിയിലാണ് എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കാറുള്ളത്. അപ്പോൾ നമുക്ക് കിച്ചൺ സമയം ഒരുപാട് ലാഭിക്കാനായിട്ട് പറ്റും. ഈ കിച്ചണിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം എന്തായിരുന്നു എന്നുള്ളത്, അതായത് ചിലപ്പോൾ കളറാവാം, ചിലർക്ക് ഇവിടുത്തെ ലൈറ്റ്സ് ആവാം. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ എനിക്കും അറിയാലോ. അതുപോലെ സജഷൻസ്, നിങ്ങളുടെ സജഷൻസ് ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു കിച്ചൺ അതൊരു ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ. ഡൈനിങ് ഏരിയയിൽ നിന്ന് കിച്ചണിലേക്ക് ഒരു പാർട്ടീഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ചെയ്തത്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലും കിച്ചണിലും നമ്മൾ സ്ലാബ് ടൈൽസ് ആണ് കേട്ടോ യൂസ് ചെയ്തേക്കണേ. വൈറ്റ് കൗണ്ടർ ടോപ്പ് വേണമെന്ന് കരുതിയിട്ടാണ് നമ്മൾ സ്ലാബ് ടൈൽസ് യൂസ് ചെയ്തത്. കിച്ചൺ ആണെങ്കിലും ഇപ്പം നോക്കുകയാണെങ്കിൽ ഒരു യു ഷേപ്പാണ് നമ്മുടെ കൗണ്ടർ ടോപ്പ്. വൈറ്റ് കിച്ചൺ ഇപ്പോൾ ട്രെൻഡ് ആയതുകൊണ്ടും ഒക്കെയാണ് നമ്മൾ വൈറ്റ് കൗണ്ടർ ടോപ്പ് മതിയെന്ന് തീരുമാനിച്ചത്. വൈറ്റ് കൗണ്ടർ ടോപ്പ് എന്ന് തീരുമാനിച്ചപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് വന്നത് ക്വാഡ്സ് വേണോ അതുപോലെ സ്ലാബ് ടൈൽ വേണോ എന്നുള്ളതായിരുന്നു. മെയിൻ്റനൻസ് കുറച്ചും കൂടി എളുപ്പം സ്ലാബ് ടൈൽ ആയതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്തത് സ്ലാബ് ടൈലാണ്. കിച്ചൺ കളർ കോമ്പിനേഷൻ മിന്റ് ഗ്രീനും അതുപോലെ ബ്ലാക്കും ആണ്. ബ്ലാക്ക് നമ്മൾ പ്രൊഫൈൽ ഹാൻഡിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് എല്ലായിടത്തും. ഇവിടെയൊക്കെ നമ്മൾ ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, ബ്ലാക്ക് കളർ ഫ്ലൂട്ടഡ് ഗ്ലാസ്. മോളിൽ ലോഫ്റ്റ്സ് ആണുള്ളത്. ലോഫ്റ്റ്സിൽ നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും ഒക്കെ ഐറ്റംസ് നമ്മൾക്ക് ഇപ്പോൾ ഡെയിലി യൂസേജിന് ഇല്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ ആ ലോഫ്റ്റിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് കിച്ചണിന്റെ കൗണ്ടർ ടോപ്പ് ഞാൻ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് നോക്കാം കേട്ടോ. കൗണ്ടർ ടോപ്പിൽ മിനിമൽ സാധനങ്ങളെ ഞാൻ വെച്ചിട്ടുള്ളൂ. നമ്മൾക്കിപ്പോൾ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് ലിവിംഗ് റൂമിൽ നിന്ന് ഡയറക്റ്റ് ഇവിടേക്ക് ഒരു ലുക്ക് വരുന്നത് കൊണ്ടും വിഷ്വൽ ക്ലട്ടർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഭൂരിഭാഗം സാധനങ്ങളും നമ്മൾ ക്യാബിനറ്റ്സിന്റെ ഉള്ളിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഹോബ് യൂസ് ചെയ്യുന്നത് ഗ്ലെൻ കമ്പനിയുടെയാണ്. ഗ്ലെൻ കമ്പനിയുടെ തന്നെയാണ് നമ്മൾ ചിമ്മിനിയും യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഹോബിന്റെ സൈഡിലായിട്ട് കൗണ്ടർ ടോപ്പിൽ ഞാൻ വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഒന്ന് ഈ ഒരു ട്രേ ആണ് കേട്ടോ. ഈ ട്രേ എടുക്കുക എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഹാൻഡിലുണ്ട്. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാവുന്ന സമയത്തും ഇങ്ങനെ നീക്കിയിട്ട് നമുക്ക് ഇവിടെ ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ലിങ്ക്, അതുപോലെ ഞാൻ കാണിക്കുന്ന ഒട്ടുമിക്ക സാധനങ്ങളുടെയും ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ട്രേയിൽ ഞാൻ ഈ സ്പൂൺ റെസ്റ്റുകളൊക്കെ എനിക്ക് അമ്മ ഉണ്ടാക്കി തന്നതാട്ടോ. അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും നമുക്ക് ലിങ്ക് കിട്ടില്ല. സ്പൂൺ റെസ്റ്റ് നമ്മളിപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പൂണും ഒക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ ഈ കൗണ്ടർ ടോപ്പിൽ അഴുക്കാകാത്ത രീതിയിൽ, വൈറ്റ് കിച്ചൺ ആയതുകൊണ്ട് കൗണ്ടർ ടോപ്പിൽ അഴുക്കാകാത്ത രീതിയിൽ വേണമല്ലോ വെക്കാനായിട്ട്. പിന്നെ അതിന് സ്പൂൺ റെസ്റ്റുകൾ, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ചില സാധനങ്ങൾ, നമ്മളെപ്പോഴും കുക്കിങ്ങിന് ആവശ്യം വരുന്ന ചില സാധനങ്ങൾ ഈ ഒരു റൊട്ടേറ്റിംഗ് സ്പൂൺ ഹോൾഡറിലാണ് കേട്ടോ ഞാൻ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ, ചെക്ക് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ റെൻറ്റഡ് ഫ്രണ്ട്ലി കിച്ചൺ ഓർഗനൈസേഷനിലും ഈ ഒരു സാധനം വെച്ചിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രേയിൽ ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് നൈഫ്സ്, എൻ്റെ നൈഫ് ഹോൾഡറിനോട് അടുത്ത് തന്നെ നമ്മുടെ കട്ടിംഗ് ബോർഡ്. ഞാൻ ഇപ്പോൾ സ്റ്റീൽ കട്ടിംഗ് ബോർഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഹോബിനോട് ചേർന്ന് തന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ, അതായത് എപ്പോഴും നമ്മൾ കിച്ചണിൽ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഞാൻ റൈറ്റ് സൈഡിൽ, കാരണം നമ്മളെപ്പോഴും റൈറ്റ് ഹാൻഡിൽ നമുക്ക് സാധനങ്ങൾ എടുക്കാൻ എളുപ്പത്തിന് ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെയും ഞാൻ ഇതുപോലെ തന്നെ അതുപോലെ തന്നെ ഒരു ട്രേ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ട്രേയിൽ യൂസ് ചെയ്ത് വെക്കുമ്പോൾ ഒരു ഓർഗനൈസ്ഡ് ലുക്ക് കിട്ടുകയും ചെയ്യും. ഇങ്ങനെ ഓരോരോ സാധനങ്ങളായിട്ടിരിക്കുന്ന പോലത്തെ ഒരു ഫീല് നമുക്ക് ഉണ്ടാവില്ല. എക്സ്ട്രാ സ്പാച്ചുലാസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇതിൽ ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിരുന്നത്. പിന്നെ ചില ഡെക്കറേറ്റീവ് പീസുകൾ നമ്മുടെ ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ ലുക്ക് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
പിന്നൊരു ബോട്ടിലാട്ട്, പിന്നെ ഈ ഒരു എഗ് ഹോൾഡർ എന്ന് ഞാൻ പറഞ്ഞത് ഇതും എനിക്ക് എൻ്റെ അമ്മ ചെയ്തു തന്നതാണ് കേട്ടോ, തന്നെ ഉണ്ടാക്കി തന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെയും ലിങ്ക് നമുക്ക് കിട്ടൂല. പിന്നെ കൗണ്ടർ ടോപ്പിൽ ഞാൻ സ്ഥിരമായിട്ട് വെക്കുന്ന ഒരു സാധനം ഈ ഒരു ഹോട്ട് പോട്ട് സ്റ്റാൻഡാണ് കേട്ടോ. ഇത് ഐക്കിയെന്ന് മേടിച്ചതാണ്. നമ്മൾ ഐക്കിയ പ്രോഡക്ട്സിൻ്റെ വീഡിയോയിൽ ഇത് പ്രത്യേകമായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഈ ഹോബിൻ്റെ അതിനോട് ചേർന്ന് തന്നെ ഈ സ്റ്റാൻഡ് ഞാൻ വച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിവിടെ കുക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഇവിടെ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട്, സ്ലാബ് ടൈലായതുകൊണ്ട് ഈ ടൈലിന് ഡാമേജ് വരാത്ത രീതിയിൽ വേണം നമ്മൾ സാധനങ്ങൾ വെക്കാനായിട്ട്. ചൂടോടുകൂടി നമ്മൾ ഡയറക്റ്റ് ഈ സ്ലാബ് ടൈൽ വെക്കാതെ ഈ ഒരു സ്റ്റാൻഡിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റാൻഡ് സ്ഥിരമായിട്ട് ഞാനിവിടെ വച്ചേക്കുന്നത്. ഇവിടെ നമുക്ക് വർക്ക് സ്പേസ് കേട്ടോ. പിന്നെ ഇവിടെ വരുന്നത് കിച്ചൺ സിങ്കാണ്. കിച്ചൺ സിങ്ക് ക്വാർട്സിൻ്റെ സിങ്കാണ് കേട്ടോ. ബ്ലാക്ക് കളർ ഞാൻ പറഞ്ഞില്ലേ ഗ്രീനും ബ്ലാക്കും കോമ്പിനേഷൻ ആയതുകൊണ്ട്, പിന്നെ വൈറ്റ് കൗണ്ടർ ടോപ്പ് ആയതുകൊണ്ടും ഞാൻ ബ്ലാക്ക് കളർ ക്വാർട്സ് സിങ്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ടാപ്പും അതുപോലെ തന്നെ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ബ്ലാക്ക് കളർ ടാപ്പാണ്. ഇവിടെ ഭയങ്കര സോൾട്ട് വാട്ടർ ആട്ടോ, അതുകൊണ്ടാണ് ഉള്ളിലൊക്കെ ഇങ്ങനെ സോൾട്ട് വാട്ടറിൻ്റെ സ്റ്റെയിൻ വന്നേക്കണേ. പിന്നെ ഈ ഒരു സിങ്ക് ഏരിയയിൽ ഞാൻ ഒരു ഭംഗിക്കായിട്ടൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ഗ്ലാസ് ബോട്ടിൽസിൽ ഞാൻ ഒന്നിൽ ഹാൻഡ് വാഷും ഒന്നിൽ ലിക്വിഡ് സോപ്പും വച്ചിട്ടുണ്ട്. ഗ്ലാസ് ബോട്ടിൽസിൽ ഇത് വച്ചേക്കുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ കളറുകളും ഒക്കെ വരുമ്പോൾ ഒരു രസമാണ്. വൈറ്റ് കൗണ്ടർ ടോപ്പിൽ ഈ ബോട്ടിൽസിൻ്റെ ലിങ്ക്, പ്ലാന്റിൻ്റെ ലിങ്ക്, പിന്നെ ഈ ചെറിയ ബാസ്ക്കറ്റ് ഉണ്ടല്ലോ, ഇതും ഞാൻ ഐക്കിയെന്ന് മേടിച്ചതാട്ടോ. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. ഈ കിച്ചൺ സിങ്കിൽ ഇത് നമ്മൾ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഇത് ടാപ്പ് വാട്ടറാണ്. കുക്കിങ്ങിന് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഫിൽറ്റർ വാട്ടർ വരുന്നത് ഈ ഒരു ടാപ്പിലാണ്. ഫിൽറ്റർ നമ്മൾ വെച്ചേക്കുന്നത് നമ്മുടെ അണ്ടർ ദ സിങ്ക് ആറോ ആണിത്. പുറത്തേക്ക് കാണാത്ത രീതിയിൽ നമുക്ക് ഈ ഇങ്ങനത്തെ ബൾക്കി ആയിട്ടുള്ള ഈ ഒരു ആറോ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട്, സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അണ്ടർ ദ സിങ്ക് ആറോ സെലക്ട് ചെയ്തത് ഈ തവണ. ഇതിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് വരുന്ന വെള്ളം മുകളിൽ ഈ ഒരു പൈപ്പിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഡയറക്റ്റ് ഇങ്ങനെ വെള്ളം എടുക്കാം. ബോട്ടിൽസിൽ എല്ലാ ദിവസവും കളക്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യണേ കുക്കിങ്ങിനുള്ളത്. നമുക്ക് കൗണ്ടർ ടോപ്പ് ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ഭാഗം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. പിന്നെയാണ് നമ്മളിവിടെ ഈ ഒരു പാൻട്രി ചെയ്തത്. അപ്പോൾ ഈ ഒരു സ്പേസിൽ ഞാൻ എൻ്റെ എയർ ഫ്രയർ വെക്കുകയാണ്. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ ഇത്രയും സാധനങ്ങളെ വെച്ചിട്ടുള്ളൂ. വളരെ മിനിമലായിട്ടുള്ള സാധനങ്ങളാണ് കൗണ്ടർ ടോപ്പിൽ ഞാൻ വച്ചേക്കുന്നത്. ഇനി നമുക്ക് ക്യാബിനറ്റ്സിൽ എന്തൊക്കെ വെച്ചിട്ടുണ്ടെന്ന് നോക്കാം. ഇനി ഹോബിൻ്റെ മുകളിലുള്ള 2 ക്യാബിനറ്റ്സ് കേട്ടോ. ഈ 2 ക്യാബിനറ്റ്സിൽ ഇങ്ങനെ സ്പൈസ് റാക്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ മസാല പൗഡറുകൾ, കൊറിയാണ്ടർ പൗഡർ, അങ്ങനത്തെ സാധനങ്ങളാണ് കേട്ടോ ഈ സ്പൈസ് റാക്കിൽ റൈറ്റ് സൈഡിൽ വെച്ചേക്കണം. നമ്മൾ കുക്കിങ്ങിന് എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. അപ്പോൾ എനിക്കിവിടെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കയ്യിൽ എത്താവുന്ന ദൂരത്താണ്. പിന്നെ ഈ ഒരു ഗ്ലാസ് ബോട്ടിൽസ് കേട്ടോ, അത് പ്രത്യേകം പറയണം. ഗ്ലാസ് ബോട്ടിൽസ് നമ്മൾ സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോൾ കുറച്ച് ഭംഗിയും ഉണ്ടാവും. പിന്നെ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഏത് ഐറ്റമാണ് ഉള്ളിലിരിക്കണേന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അതുപോലെ ലെഫ്റ്റ് സൈഡിലെ സ്പൈസ് റാക്കിൽ നമ്മൾ ടീ, ഷുഗർ, അതുപോലെ സോൾട്ട്, ഡെക്കറേഷൻ എന്നുള്ള രീതിയിൽ ഈ പ്ലാന്റ്സും ഞാനിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ ഒട്ടുമിക്ക ക്യാബിനറ്റ്സിലും ഞാൻ ഈ ഒരു ലൈനർ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡയറക്റ്റ് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ സ്റ്റെയിനും ഇതൊക്കെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലൈനർ യൂസ് ചെയ്തിരിക്കുന്നത്. ഉള്ളിലത്തെ ക്യാബിനറ്റ്സിലൊക്കെ ഞാൻ ലൈനർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലുള്ള ക്യാബിനറ്റ്സിൽ കേട്ടോ, അവിടെ ഞാൻ വച്ചിരിക്കുന്നത് ഈ ഒരു ഷെൽഫ് റൈസർ. ഇത് എക്സ്ട്രാ നമുക്ക് നമ്മുടെ വെർട്ടിക്കൽ സ്പേസ് കൂടുതൽ നന്നായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ഐറ്റം. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ, ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇതിങ്ങനെ വെച്ചാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ടോ, ഈ ഒരു സ്പേസിനെ നമുക്ക് ഡബിൾ ചെയ്യാം. അപ്പോൾ അടിയിൽ നമ്മൾ ഈ മസാല ബോക്സ് വെച്ചിട്ടുണ്ട്. മുകളിൽ ഞാൻ കപ്സാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ സൈഡിലും കുറച്ച് കപ്സ് വെച്ചിട്ടുണ്ട്. ഈ മസാല ബോക്സിലുണ്ടല്ലോ നമ്മൾ ഡെയിലി കുക്കിങ്ങിന് എപ്പോഴും യൂസ് ചെയ്യുന്ന ചില സാധനങ്ങൾ കുറച്ച് മാറ്റി ഞാൻ വച്ചേക്കണം. അപ്പോൾ ഈ മസാല ബോക്സിൽ നമ്മളെല്ലാം വെക്കുന്ന സമയത്ത് നമുക്കിത് എടുത്ത് കുക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സാധനം മാത്രം നമുക്ക് പുറത്തേക്ക് എടുത്താൽ മതി. പിന്നെ മുകളിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കാത്ത സാധനങ്ങൾ കേട്ടോ. ഇതിലിപ്പോൾ സീഡ്സ്, ഈ ബാസ്ക്കറ്റിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ മോൻ്റെ ലഞ്ച് ബോക്സ്, സ്നാക്സ് ബോക്സ്,
വാട്ടർ ബോട്ടിൽ, ഈ ഐറ്റംസ് ഒക്കെ ഒരുമിച്ച് ഇതിൻ്റെ ഉള്ളിലാണ് ഇട്ട് വെക്കുന്നത്. കാരണം ഓരോരോ സാധനങ്ങൾ നമ്മൾ ഓരോ സ്ഥലത്തിരിക്കുമ്പോൾ കാലത്ത് ആ ഒരു റഷിൻ്റെ ഇടയ്ക്ക് ഓടിപ്പോയി തപ്പിയെടുക്കണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ അറ്റത്തിരിക്കുന്ന സാധനങ്ങൾ ഞാൻ എന്തെങ്കിലും അവിടേക്ക് വെച്ചാൽ എനിക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാനിത് ബാസ്ക്കറ്റിൽ വെച്ചേക്കണേ. ബാസ്ക്കറ്റ് ആകുമ്പോഴേ നമുക്ക് ഇങ്ങനെ ആ ഒരു സ്പേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാ ഐറ്റംസും നമുക്കെടുത്ത് ഉപയോഗിക്കാം. ആവശ്യം കഴിയുമ്പോൾ ബാസ്ക്കറ്റ് അങ്ങനെ ഉള്ളിലേക്ക് വെച്ചാൽ മതി. എപ്പോഴും കിച്ചണിൽ എന്ത് സാധനവും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് നമ്മൾ കാറ്റഗറി തിരിച്ച് വെക്കുക എന്നുള്ളത്. ഈ സൈഡിലുള്ള ക്യാബിനിലാണെങ്കിൽ 2 ലേസി സൂസൻസ് വെച്ചിട്ടുണ്ട്. ലേസി സൂസൻ ഇപ്പോൾ അറ്റത്ത് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ നോർമലായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാവും. ഇതാവുമ്പോൾ നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും നമുക്ക് എളുപ്പത്തിൽ തന്നെ ആക്സസ് ചെയ്യാം. ഇതിന് മുകളിൽ നോക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് സ്പേസ് എക്സ്ട്രാ വിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ബേക്കിംഗ് സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നതാണ് ഈ ഒരു ബാസ്ക്കറ്റിൽ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എക്സ്ട്രാ ബാക്കി ചില സാധനങ്ങൾ, മല്ലി, പിന്നെ പുളി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെയാണ് വെച്ചേക്കണേ. ഇതും ബാസ്ക്കറ്റിലാണ് വെച്ചേക്കണേ നമുക്ക്, കാരണം ആ സ്പേസും കൂടി യൂസ് ചെയ്യാൻ പാകത്തിന്. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഈ കിച്ചൺ വിൻഡോയിൽ തന്നെ ഒരു ഡെക്കറേഷനായിട്ടൊരു പ്ലാന്റും പിന്നെ ഞാൻ ഈ ഒരു ചെറിയ ക്ലോക്കും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് ടൈമറും ടെമ്പറേച്ചർ അതുപോലെ തന്നെ അലാറം ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഡേറ്റും കാണാം, സമയവും കാണാം, ഡേയും കാണാം. നമുക്ക് സമയം നോക്കാം. കാലത്ത് മോന് ലഞ്ച് പ്രിപ്പറേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് സമയം എനിക്ക് മാനേജ് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു ക്ലോക്ക് ഇവിടെ വെച്ചേക്കണേ. പിന്നെ സിങ്കിന്റെ മുകളിലുള്ള ക്യാബിനറ്റ്സ് ആണ് കേട്ടോ. ഇവിടെയും ഫ്രിഡ്ജിലൊക്കെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെക്കാൻ വേണ്ടി ഉപയോഗിക്കില്ലേ, എക്സ്ട്രാ കണ്ടെയ്നേഴ്സ് ഒരു ബാസ്ക്കറ്റിലും അതുപോലെ അതിന്റെ ലിഡ്സ് വേറൊരു ബാസ്ക്കറ്റിലുമാണ് വെച്ചേക്കുന്നത്. പിന്നെ ഞാനിവിടെ വെച്ചിരിക്കുന്നത് ഈ ഒരു സ്റ്റെപ്പ് ഓർഗനൈസർ ആണ്. നമ്മൾ ആ ഒരു മസാല ബോക്സിൽ ഇട്ട് വെച്ചിട്ടുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, സ്പൈസസ് ഒക്കെ, അത് നമ്മൾ എക്സ്ട്രാ സ്റ്റോക്ക് ഇവിടെയാണ് വെച്ചിരിക്കുന്നത് ഈ ഒരു സ്റ്റെപ്പ് ഓർഗനൈസറിൽ. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്നറിയോ, നമുക്ക് പുറകിലിരിക്കുന്ന സാധനങ്ങളും നമുക്ക് എളുപ്പത്തിൽ എടുക്കാം. നമ്മൾ നേരെ ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പോൾ നമുക്കത് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സ്റ്റെപ്പ് ഓർഗനൈസറിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഇത് നമുക്ക് കിച്ചൺ ഓർഗനൈസേഷനിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഈ സ്റ്റെപ്പ് ഓർഗനൈസർ. അതുപോലെ എല്ലാം ഞാൻ ക്ലിയർ ഗ്ലാസസിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. നമുക്ക് പുറത്തുനിന്ന് തന്നെ കാണാം ഏത് കുപ്പിയിലാണ് ഏത് സാധനം ഇരിക്കുന്നതെന്നുള്ളത്. പിന്നെ മുകളിൽ വരുന്ന അടുത്ത ക്യാബിനറ്റ്സിൽ വെച്ചിരിക്കുന്ന ഇതെൻ്റെ ഒരു അപ്ലയൻസസ് വെക്കുന്ന ഒരു ഏരിയ എന്ന് പറയാം. അപ്പം ഇവിടെ എയർ ഫ്രയർ വെച്ചേക്കാണ്, ഇവിടെ മിക്സി, പിന്നെ എൻ്റെ ബ്ലെൻഡർ. മിക്സിയുടെ ജാറുകളൊക്കെ ഇവിടെ നമ്മൾ അടുത്ത് തന്നെ വെച്ചേക്കാണ്. അതുപോലെ ഈ ബ്ലെൻഡറിൻ്റെ ജാറുകൾ ഞാൻ ഈ ബാസ്ക്കറ്റിലാണ് തൊട്ട് വെച്ചേക്കുന്നത്. ബാസ്ക്കറ്റിലാവുമ്പോൾ നമുക്ക് എടുക്കാൻ എളുപ്പമാണ് മുകളിലിരിക്കുന്ന ഐറ്റംസ്. പിന്നെ ഇതിൽ ഞാൻ എക്സ്ട്രാ നമ്മൾ ഇപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന ഇടിയപ്പം മേക്കർ, അതുപോലെ പുട്ട് മേക്കറൊക്കെ ഞാൻ ഇതിൻ്റെ ഉള്ളിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് സ്പേസ് ഉണ്ട്. ഇതൊരു കോർണർ ആയതുകൊണ്ട് ആ ഒരു സ്പേസും കൂടി യൂസ് ചെയ്യണ രീതിയിലാണ് നമ്മൾ സ്റ്റോറേജ് കൊടുത്തത്. ഈ താഴെയുള്ള ക്യാബിനറ്റ്സ് നോക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ താഴെ വരുന്ന ക്യാബിനറ്റ്സിൽ താഴെ ഞാൻ എക്സ്ട്രാ സാധനങ്ങളൊന്നും പറയാൻ പറ്റില്ല. സാൻഡ്വിച്ച് മേക്കർ, ഈ ഇത് നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ഐക്കിയെന്ന് മേടിച്ചതാട്ടോ. നമുക്കിങ്ങനെ പ്ലേറ്റ്സ് അതുപോലെ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ രീതിയിലുള്ള പ്ലേറ്റ് ഓർഗനൈസറാണത്. അതുപോലെ മുകളിൽ ഡെയിലി യൂസ് ചെയ്യുന്ന ചില ബൗൾസാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ. ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ആ ഷെൽഫ് റൈസർ ഉണ്ടല്ലോ, എക്സ്ട്രാ നമുക്ക് സ്പേസ് യൂസ് ചെയ്യാൻ പാകത്തിന് അത് ഞാൻ വെച്ചിട്ടാണ്. വലിയ ബൗളുകൾ അതുപോലെ അതിന് താഴെയുള്ള ഇതും നമുക്ക് യൂസ് ചെയ്യാൻ പാകത്തിനാണ് അത് ഞാൻ ഈ ഒരു സ്റ്റാൻഡ് വെച്ചിരിക്കുന്നത്. പിന്നെ വലിയ പാത്രങ്ങളൊക്കെയാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ടവല്, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ടവല് ഈ ടവൽ ഹോൾഡറിലാണ് കേട്ടോ ഞാൻ. അതായത് നമ്മളിവിടെ കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ പാകത്തിനാണ് ടവൽ ഹോൾഡർ ഞാൻ ഇവിടെ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനടുത്ത് തന്നെ ഓയിൽ പുൾ ഔട്ടാണ് കേട്ടോ. ഓയിൽ പുൾ ഔട്ടിൽ തന്നെയാണ് ഞാൻ ബോട്ടിൽസ് ഒക്കെ വെച്ചിരിക്കുന്നത്. ഡെയിലി നമ്മൾ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന വാട്ടർ ഞാൻ ആ ഫിൽട്ടർ നമ്മുടെ പൈപ്പ് കണ്ടല്ലോ അതിൽ നിന്ന് പിടിച്ചിട്ട് ഞാൻ ഈ ഒരു ബോട്ടിലിൽ എപ്പോഴും വെക്കും. പിന്നെ ഈ ഓയിൽ പുൾ ഔട്ടിൽ നമ്മൾ എണ്ണകൾ പലതരത്തിൽ, ഇവിടെ ഇപ്പോൾ ഭയങ്കര വിൻ്റർ ആയതുകൊണ്ടാണ് കേട്ടോ എണ്ണ ഇങ്ങനെ ഇരിക്കണേ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നെയ്യ്, ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഞാനൊരു കമ്പാർട്ട്മെൻറ്റ് പോലെ ബാസ്ക്കറ്റിൽ പ്രത്യേകം അത്തരം ഐറ്റംസ് വെച്ചേക്കാണ്. താഴെയാണെങ്കിൽ ടിഷ്യൂ പേപ്പർ, പിന്നെ എക്സ്ട്രാ നമ്മുടെ കിച്ചൺ ടവൽസും ഞാൻ ഈ ഒരു ഇതിലാണ് കേട്ടോ വെച്ചേക്കണേ. ഇതിലും ഞാൻ ഈ ലൈനർ വെച്ചിട്ടുണ്ട് കേട്ടോ, ഗ്രിപ്പുള്ള ടൈപ്പ് ലൈനറാണ് വിരിച്ചേക്കണേ.
ഈ ഇതിലേക്ക് പെട്ടെന്ന് കറയൊന്നും ആവാണ്ടിരിക്കാനാണ് ലൈനർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹോബിൻ്റെ തൊട്ട് താഴെ തന്നെ വരണ ഈ ഒരു കട്ട്ലറി ബോക്സ് ആണ്. കട്ട്ലറി ബോക്സിൽ ഈ കട്ട്ലറി ബോക്സിന് ഈ കമ്പാർട്ട്മെന്റ്സ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ഐക്യന്ന് സ്പെഷ്യലായിട്ട് മേടിച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഈ കമ്പാർട്ട്മെന്റ്സ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സ്പൂണുകൾ, ചെറിയൊരു ബോക്സിൽ വെയ്റ്റ്സ്, നമ്മൾ ഡെയിലി കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന എല്ലാ കട്ട്ലറി സാധനങ്ങളും ഈ ഒരു ഇതിൽ ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കാണ്. ഇതിൻ്റെ ഉള്ളിലും ഞാൻ ലൈനർ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്ത കമ്പാർട്ട്മെന്റിൽ ചെറിയ ചെറിയ പ്ലേറ്റ്സ്, ഇതും സ്പെഷ്യലായിട്ട് ഞാൻ കമ്പാർട്ട്മെന്റ്സ് തിരിച്ചേക്കാണ് കേട്ടോ. കമ്പാർട്ട്മെന്റ്സ് തിരിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഇതുപോലത്തെ ബാസ്ക്കറ്റ്സ് യൂസ് ചെയ്യാണ്. ചെറിയ ചെറിയ പാത്രങ്ങളും അതിൻ്റെ ലിഡ്സ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഈ ഒരു ബാസ്ക്കറ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്ലാസസും ഈ കമ്പാർട്ട്മെന്റിൽ തന്നെയാണ് കേട്ടോ വെച്ചേക്കണേ. താഴെ വരുന്ന ഈ ഒരു ഡ്രോയിലാണ് നമ്മൾ വലിയ ലിഡ്സ് ലിഡ് ഓർഗനൈസറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ലിഡ്സ് ഉണ്ടല്ലോ, ചെറിയ ലിഡ്സ് ഒക്കെ അതിന് നടുവിലായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചു. പിന്നെ പ്ലേറ്റ്സ്, നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന പ്ലേറ്റ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഐക്കിയെന്ന് മേടിച്ച ആ ഒരു പ്ലേറ്റ് ഓർഗനൈസർ, ഇത് നമ്മൾ തന്നെ സെറ്റ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. നമുക്കിങ്ങനെ പീസായിട്ട് മേടിക്കാൻ കിട്ടും. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. നമ്മളൊരു ഷോർട്സിൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിരുന്നു. അപ്പോൾ ഇതിലാണ് ഞാൻ പ്ലേറ്റ്സ് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. ഇതിന് സൈഡിൽ വരുന്ന വലിയ ക്യാബിനറ്റ്സ്, ഇവിടെ നോക്കുകയാണെങ്കിൽ പാൻ ഓർഗനൈസർ വെച്ചിട്ടുണ്ട്. ഈ പാൻ ഓർഗനൈസറിലാണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പാൻസ് വെച്ചിരിക്കുന്നത്. ചെറിയ പാൻസ്, അപ്പച്ചട്ടി, ദോശത്തവ, ഇതൊക്കെ ഞാൻ ഇതിൽ ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കാം. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഇത് കോർണർ ആയതുകൊണ്ട് ഈ കോർണർ സ്പേസും കൂടി യൂസ് ചെയ്യണ രീതിയിൽ നമുക്ക് അറ്റം വരെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. അവിടെ ഒരുപാട് സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല, കുറച്ച് വലിയ പാത്രങ്ങളൊക്കെ അവിടെ വെച്ചിരിക്കണേ. പിന്നെ താഴെ നോക്കുകയാണെങ്കിൽ കുക്കറുകൾ, ഫുള്ള് ഞാൻ കുക്കറുകൾ ഓർഗനൈസ് ചെയ്ത് വെക്കാനാണ് ഈ ഒരു സ്പേസ് യൂസ് ചെയ്തിരിക്കുന്നത്. എപ്പോഴും യൂസ് ചെയ്യുന്ന കുക്കറുകൾ ഫ്രണ്ടിലും, പിന്നെ വലിയ കുക്കറുകൾ വല്ലപ്പോഴും യൂസ് ചെയ്യുന്നത് പുറകിലുമാണ് വെച്ചേക്കണത്. പിന്നെ ഇവിടെ 2 വലിയ ഡ്രോവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ സിങ്കിനോട് അടുത്തായതുകൊണ്ട് തന്നെ വെജിറ്റബിൾസ് വാഷ് ചെയ്യാനുള്ള വലിയ ബൗളുകൾ, ഇതൊക്കെ ഞാൻ ഈ ഡ്രോയിൽ തന്നെയാണ് വെക്കുന്നത്. ഇത് നമുക്ക് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ബൗളാണ്. ഒരുപാട് സാധനങ്ങൾ നമുക്ക് കഴുകാനായിട്ട് ഉപയോഗിക്കാം. ഈ ബൗളുകളും വലിയ പാത്രങ്ങളും ഒക്കെ ഈ ഒരു ഡ്രോറിലും, അതിനടിയിൽ വരുന്ന ഡ്രോറിൽ ഞാൻ കടായിസ്, ബിരിയാണി പോട്ട്, വലിയ പോട്ടുകൾ, അതൊക്കെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് വയ്ക്കുന്നത്. പിന്നെ സിങ്കിന് താഴെ വരുന്ന ക്യാബിന്, അവിടെ നമുക്ക് ഈ ആറോ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണ്. സൈഡിലും ഇതും നമുക്കറിയാം ഇതൊരു കോർണറാണല്ലോ. അപ്പോൾ കോർണർ ആയതുകൊണ്ട് ഇതിന് ഉള്ളിലേക്ക് സ്പേസ്, ഈ ഒരു സ്പേസും ഹിഡൻ ആയിട്ട് നമുക്ക് എന്തെങ്കിലും വലിയ സാധനങ്ങൾ, നമ്മളെപ്പോഴും ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാമല്ലോ. ഞാനും അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ കുറച്ച് ഹൈറ്റിലാണ് കേട്ടോ. ഇവിടെ ഒരു പാർട്ടീഷൻ നമ്മൾ കൊടുത്തില്ല, കാരണം വലിയ ഐറ്റംസ് ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഹൈറ്റ് വേണമല്ലോ. അപ്പം ഞാൻ എപ്പോഴും അരി സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഇത്ര കണ്ടെയ്നേഴ്സും, ഞാൻ എപ്പോഴും ഉപയോഗിക്കാത്ത കിച്ചൺ ഐറ്റംസ് ഒക്കെ ആ ഒരു ഏരിയയിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതിനടിയിൽ നമ്മൾ, പിന്നെ കൊലാൻഡർ, ഇത് നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് ഐക്കിയെന്ന് മേടിച്ചതാണ്, ഐക്കിയ പ്രോഡക്ട്സിൽ കാണിച്ചിരുന്നു നമ്മൾ. പിന്നെ ഇവിടെ നമ്മളൊരു ഡസ്റ്റ്ബിൻ ഹാങ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് എപ്പോഴും പുറത്തേക്ക് പോയി നമ്മൾ വലിയ ഡസ്റ്റ്ബിന്നിലേക്ക് ഇടേണ്ട ആവശ്യമില്ല. ഈ ഒരു ഡസ്റ്റ്ബിൻ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ സുഖമായിട്ട് ഈ ഒരു ക്യാബിനറ്റ് ഡോറിൽ ഹാങ് ചെയ്തിടാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് വരുന്നത് പാൻട്രിയാണ്. പാൻട്രിയിൽ എല്ലാം ഞാൻ ഗ്ലാസ് ജാറുകളിൽ അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ജാറുകളിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലും നമ്മൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ക്യാബിനറ്റ്സിലും ഒക്കെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ എക്സ്ട്രാ അത് പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇതിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ്, മുകളിൽ നമ്മൾ എക്സ്ട്രാ ഗ്രോസറീസ്, അതുപോലെ താഴെ അരിയുടെ വെറൈറ്റീസ് ഒക്കെ ഇതിൽ തന്നെയാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. താഴെയുള്ള ഡ്രോറിൽ നമ്മൾ മില്ലറ്റ്സ്, അതുപോലെ പൾസസ്, ഇതൊക്കെ ഞാനിങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിൽ തന്നെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഈ ബോട്ടിൽസിൻ്റെ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ, ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ അതിൻ്റെ താഴെ വരുന്ന ഡ്രോറിൽ നമ്മൾ എക്സ്ട്രാ സ്റ്റോക്ക് കണ്ടെയ്നേഴ്സിൽ നമ്മൾ പകർത്തി വെച്ചിട്ട് ബാക്കി വരുന്നത് ഞാൻ ഈ ഒരു ഡ്രോറിൽ വെക്കും. പിന്നെ അതിൻ്റെ ബാക്കി വരുന്നതാണ് മുകളിൽ നമ്മൾ കണ്ടില്ലേ ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബാസ്ക്കറ്റ്സിൽ വെക്കാറുള്ളത്.
നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുമല്ലോ. പിന്നെ അടിയിലായിട്ട് വിക്കർ ബാസ്ക്കറ്റ്, നമ്മൾ സ്റ്റീലിൻ്റെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വെളുത്തുള്ളി, സവാളയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഉള്ളി, സവാള അങ്ങനത്തെ ഐറ്റംസ് പുറത്തേക്ക് കാണുന്ന രീതിയിൽ നമുക്ക് വെക്കുകയും വേണ്ട. ബ്ലാക്ക് കളറാണ് നമ്മുടെ ഫ്രിഡ്ജ്. അപ്പോൾ കിച്ചൻ്റെ ഒരു തീമിനോട് നല്ല യോജിച്ച് വരുന്ന ഒരു കളറായതുകൊണ്ട് നമ്മൾ ഈ ഒരു ഫ്രിഡ്ജും നമ്മൾ ഇവിടെ തന്നെയാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ ടൂറ്. അപ്പം നമ്മൾ ഈ ഒരു കിച്ചൺ ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ ഈ ഒരു വീഡിയോ ചെയ്തതിൻ്റെ ഉദ്ദേശം, നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കിച്ചൺ ഓർഗനൈസ് ചെയ്യുമ്പോൾ ചില ഐഡിയാസൊക്കെ, അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ ഞാൻ ചെയ്തത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഞാൻ കിച്ചൺ ഓർഗനൈസ് ചെയ്യുമ്പോൾ എപ്പോഴും കാറ്റഗറി തിരിച്ചാണ് ഓർഗനൈസ് ചെയ്യുന്നത്. ഇപ്പോൾ കുക്കറാണെങ്കിൽ അതിനൊരു സ്പേസ്, കടായിസിനൊരു സ്പേസ്, പാനിനൊരു സ്പേസ്, അതുപോലെ സ്പൈസസ് ആണെങ്കിൽ എപ്പോഴും ഉപയോഗിക്കുന്നതിനൊരു സ്പേസ്, ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിനൊരു സ്പേസ്, അങ്ങനെ കൊടുത്ത് നമ്മൾ ഓർഗനൈസ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ സ്പേസ് ഇല്ലെങ്കിലും, ഇത്രയും സ്റ്റോറേജ് സ്പേസ് ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ ഉള്ള സ്പേസിൽ നമുക്ക് എപ്പോഴും എളുപ്പത്തിന് കുക്ക് ചെയ്യാൻ രീതിയിൽ, അതുപോലെ കിച്ചൺ ടൈം നമുക്ക് ലാഭിക്കുന്ന രീതിയിൽ ഓർഗനൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര ചെറിയ കിച്ചൺ ആണെങ്കിലും നമുക്ക് സൂപ്പറായിട്ട് വൃത്തിയായിട്ട് നമുക്ക് ഓർഗനൈസ് ചെയ്യാനായിട്ട് പറ്റും. പൊതുവേ ഒരു ധാരണയുണ്ട് ആളുകൾക്ക്, വൈറ്റ് കളർ കിച്ചൺ ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്ലീൻ ആക്കി വെക്കാനായിട്ട്, എപ്പോഴും വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ വൈറ്റ് കിച്ചൺ എങ്ങനെയാണ് എപ്പോഴും വൃത്തിയായിട്ട് വെക്കുന്നതെന്നുള്ളതാണ് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാനായിട്ട് നിങ്ങൾ മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ടാഗ് ചെയ്തേക്കാം, ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ലേഡീസ് നോട്ട് പാഡിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.